വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ആ ഒരു ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സോട് കൂടെ നമ്മൾ സെറ്റ് ആക്കി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പേ, ക്ലാസ് കാണുന്നതിന് മുമ്പേ ഇതേ പെട്ടെന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിക്കേ. അതോടൊപ്പം തന്നെ ക്ലാസ്സിന്റെ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ സെറ്റ് ആക്കുക. റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് സമയം കളയാണ്ട വേഗം ക്ലാസ്സിലേക്ക് പോയാലോ? യെസ്, ഇതാണ് ആ ക്വസ്റ്റ്യൻ, അഥവാ നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയാ ഇത് ചെയ്യാൻ നോക്കാം അല്ലെ? ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകത എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോ. താഴെയുള്ള നമ്പർ ഏതാ? താഴെ എല്ലാം 9 ആണുള്ളത് അല്ലെ. താഴെ എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററുള്ള പച്ച മലയാളത്തിൽ നമ്മൾ എന്താ പറയും? ഛേദം പറയും. ഛേദത്തിലുള്ള നമ്പർ എല്ലാം 9ലാണ് എന്ത് ചെയ്യുള്ളത്? ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയും എന്റെ പൊന്നു മക്കളെ? ഛേദമായ നമ്പർ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 9 ആണെങ്കിൽ എന്റെ പൊന്നു മക്കൾ ചെയ്ത് 9 ആണെങ്കിൽ മാത്രം ആ മുകളിലുള്ള നമ്പർ, മുകളിൽ ആരാളുള്ള നോക്ക്? 1 അല്ലേ? ആ 1 എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ ആ 1 ഒരു പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കും. ദേ നമ്മുടെ ഉത്തരം പൊളി. അതായിരിക്കും എന്റെ ആൻസർ കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ഇതിക്കോ ഇതാ എങ്ങനെയാ ചെയ്യുന്നത് നോക്ക്. താഴെ 9 വന്നിട്ടുണ്ട്. മുകളിലുള്ള നമ്പർ പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കും. ആ 0 ഒരു 0 ഇട്ടേക്ക് കേട്ടോ. ശേഷം എന്ത് ചെയ്യാ? പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കും എന്ന് പറഞ്ഞു പോയിന്റ് ഇട്ടു. ആ 1 1 1 മുകളിലുള്ള നമ്പർ ഇങ്ങനെ ഇട്ടിട്ട് എക്സെട്ര 2. ദേ നമ്മുടെ ഉത്തരം സെറ്റ്. ഏതാണ് ആൻസർ? 0.111. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ താഴെയായ നമ്പർ ഏതാ നോക്കുന്നു. 9 ആണെന്ന് മനസ്സിലാക്കിയാൽ മുകളിലുള്ള നമ്പറായ 2 പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കും. പോയിന്റിന് ശേഷം ദേ റിപ്പീറ്റ് അടിച്ചു. ഉത്തരം സെറ്റ്. ഏതാ? 2 ആണ് മുകളിലുള്ളത്. 2 പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കും. ദാറ്റ്സ് ഇനഫ്. 9 ആണെങ്കിൽ അത് 9ന്റെ ഒരു ക്യാരക്ടർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സിമ്പിൾ ആണ്. താഴേക്ക് നോക്കി നമ്മുടെ ആളാണ്. താഴെ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ 9 ആണെങ്കിൽ മുകളിലുള്ള നമ്പർ ആയ ആ 3, ഇവിടെ 3 ആണെങ്കിൽ പോയിന്റിന് ശേഷം 0 കൂടെ ഇട്ടേക്ക മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പോയിന്റിന് ശേഷം ആ 3ആയ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു, എക്സെട്ര. അതേ നമ്മുടെ ഉത്തരം സെറ്റ്. അടുത്തത് നിങ്ങൾക്ക് വേഗം ചെയ്യാലോ. എന്താ ചെയ്യാ? 9 ഉണ്ട് താഴെ, മുകളിൽ 4 ആണ്. 0.444 എക്സെട്ര. മുകളിലുള്ള 4 റിപ്പീറ്റ് അടിച്ചു. ദേ 9 താഴെയുണ്ട്, മുകളിൽ 5 ഉണ്ട്. അപ്പൊ 0 ഇട്ടതിന് ശേഷം മുകളിലുള്ള നമ്പർ റിപ്പീറ്റ് അടിക്കുന്നു കേട്ടോ. എവിടെ വരെ റിപ്പീറ്റ് അടിക്കും ചോദിച്ചു കഴിഞ്ഞാല് 9/9 ഒന്നില്ലേ, ആ 1 വരെ റിപ്പീറ്റ് അടിക്കും. 10/9 വേറെയാണ്, നമുക്ക് പഠിക്കാം മറ്റൊരു വീഡിയോയിൽ കേട്ടല്ലോ. അപ്പൊ അടുത്ത് എങ്ങനെ വരിക? 0.6666 എക്സെട്ര. ദേ നമ്മുടെ ഉത്തരം സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നേരെ തിരിച്ചാ വന്നത്. ഈ ഒരു ചോദ്യത്തിന് പ്രത്യേകം എന്താ അറിയോ? നേരത്തെ ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സ് ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. എങ്ങനെ ചെയ്യണ്ടെന്നറിയോ? ആദ്യം പോയിന്റ് 3 പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കുന്ന നമ്പർ ഏതാ നോക്കിയാ? 3 ഇങ്ങനെ റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. എടാ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കുന്നുണ്ടോ ആ നമ്പർ എവിടെ വരണം? മുകളിൽ വരണം. റിപ്പീറ്റ് അടിക്കാൻ അല്ലെ, ആവർത്തിക്കാൻ താഴെ ആരാ വരേണ്ടത്? ഒരു 9 വരണ്ടേ. അപ്പൊ താഴെ ആവർത്തിക്കുന്നു എന്ന് കാണുന്നുണ്ട് അല്ലേ. നമുക്ക് ഇവിടെ 3 ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ തന്നെ താഴെ എന്ത് ചെയ്തോളാ? 9 ഇട്ടോളാം. ശേഷം ആവർത്തിക്കുന്ന നമ്പറായ 3 മുകളിൽ എഴുതുന്നു. ഇവിടുത്തെ ചിഹ്നം പ്ലസ്. കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യ ഏതാ? അത് 7. മുകളിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ദേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെ 7 ആവർത്തിക്കുന്നുണ്ടെങ്കിൽ താഴെ ആര് വരും? 9 വരും. ഇത് ചെയ്തൂടെ നിങ്ങൾക്ക്? ഡിനോമിനേറ്ററിൽ 9ആയ നമ്പർ സെയിം ആണെങ്കിൽ 9 എഴുതുന്നു. ശേഷം ദേ 3ഉം 7ഉം തമ്മിൽ കൂട്ടുന്നു. നേരെ തന്നെ കൂട്ടക്കാരും. ഡിനോമിനേറ്റർ ഛേദം സെയിം ആണെങ്കിൽ നേരെ കൂട്ടാട്ടോ. അപ്പൊ എന്ത് വരും? 3+7 എന്ന് പറഞ്ഞാൽ 10/9. ആൻസർ കഴിഞ്ഞോ? കഴിഞ്ഞില്ല രാമ, ഒന്നും കൂടെ ഉണ്ട് ബാക്കി. ഇതിനെ ഡെസിമലിലോട്ട് മാറ്റണം. ഞാൻ പറഞ്ഞ കാര്യം എന്താ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 9/9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1 ആണ് അല്ലേ. 9/9 എത്രയാണ്? 1 ആണ്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് 10/9 ആണ്. താഴെ 9 വന്നിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് അടിക്കേണ്ടത് 10 എന്ന് പറഞ്ഞ നമ്പർ അല്ല.
പകരം ഏത് നമ്പറാന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കോ. ഇവിടെ 8 ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെ, 8 ആയിരുന്നുവെങ്കിൽ 0.888 എന്ന് എഴുതായിരുന്നു അല്ലെ. അതുപോലെ 10 ആണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ 10 വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? 9/9 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. അപ്പൊ ആ 1 എവിടെ എഴുതണം? ആദ്യം എഴുതണം. ശേഷം പോയിന്റിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്ക്. 9/9 തന്നെ 1 ആണ്. ഈ 9 മാറിയിട്ടാണ് ഇവിടെ എത്ര ആയത്? 10 ആയിട്ട് മാറി. അതായത് 9നോട് 1 കൂട്ടിയതാണ്. ആ കൂട്ടുന്ന നമ്പർ എന്ത് ചെയ്താൽ മതി? അവിടെ റിപ്പീറ്റ് അടിച്ചാൽ മതി. ഇതേ നമ്മുടെ ഉത്തരം പൊളി. എങ്ങനെ ചെയ്യാം? സിമ്പിൾ ആണ്. ഇതേ 9 താഴെ ഉണ്ട്. അപ്പൊ റിപ്പീറ്റ് അടിക്കുന്നു എന്ന് മനസ്സിലാവും. റിപ്പീറ്റ് അടിക്കുന്ന നമ്പർ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? 9/9 1 ആണ്. അപ്പൊ ആ 1 ഇവിടെ ആദ്യം ഇടണം. കാര്യം 9നേക്കാൾ വലിയ നമ്പറാണ് മുകളിൽ വരുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെയേ ചെയ്യാവൂ. കാര്യം 9നേക്കാൾ വലുത് വരുമ്പോൾ നിങ്ങൾ ആ 9നേക്കാൾ എത്ര കൂടിയ നമ്പറാണ് വന്നത്? ഒരു 1 കൂടിയ നമ്പറാണ് വന്നത്. ആ കൂടിയ നമ്പർ റിപ്പീറ്റ് അടിക്കുക. ഇതേ നമ്മുടെ ഉത്തരം പൊളി. അങ്ങനെയാണെങ്കിൽ അടുത്ത മോഡലിലേക്ക് പോവാൻ നമുക്ക്. യെസ്, ഇതാ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയൊക്കെ. എന്താ ക്വസ്റ്റ്യൻ? 0.333 etc ഹോൾ റൈസ്ഡ് ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയോ? നേരത്തെ നിങ്ങൾ ആ ഒരു ഫ്രാക്ഷനെ പോലെ ഇപ്പൊ ചെയ്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിച്ചതാ. നേരത്തെ നമ്മൾ പഠിച്ചതിന് നേരെ തിരിച്ചു ചോദിച്ചതാ. നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പോയിന്റിന് ശേഷം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റി എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആവർത്തിക്കുന്ന നമ്പർ മുകളിൽ എഴുതുന്നു. ആവർത്തിക്കുന്നത് ഇവിടെ 3 ആണ്. ശേഷം ആവർത്തിക്കുന്നെങ്കിൽ ആവർത്തിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉണ്ടല്ലോ. എന്താണ് ആവർത്തിക്കുന്നത്? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ താഴെ ഡിനോമിനേറ്ററിൽ ആര് വരണം? 9 വരണം. ദേ നമുക്ക് 9 വന്നിട്ടുണ്ട്. മുകളിലുള്ള സ്ക്വയർ ഇടാൻ മറക്കല്ലേ. ഈ സ്ക്വയർ ഇവിടെ തന്നെ ഇടണം കേട്ടോ. അപ്പൊ 3 നോക്ക്. ഈ 3നും സ്ക്വയർ കൊടുക്കുക. ശേഷം ഈ 9നും സ്ക്വയർ കൊടുക്കുക. 3ആയ നമ്പറിന്റെ സ്ക്വയർ എഴുതിയതിനു ശേഷം താഴെ ഡിനോമിനേറ്ററിലെ ഛേദത്തിലുള്ള 9ന്റെ സ്ക്വയറും കൂടെ എഴുതാം. 3ന്റെ സ്ക്വയർ 3 × 3 9. 9ന്റെ സ്ക്വയർ 9 × 9 81. അതാ പണി പറ്റിച്ചു. കാരണം താഴെ 81 വന്നത്. 81 വന്നാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ് അല്ലേ, ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറിയോ? ഇതിനെ വെട്ടിച്ചെറുതാക്കാം. 81 താഴെ കിടക്കണ 81 കണ്ടില്ല നിങ്ങള്? ആ 81 9 പോലെ വെട്ടാം. എങ്ങനെ വെട്ടുക? 9 കൊണ്ട് വെട്ടി വെക്കുക. 81 എത്ര 9 ഉണ്ട്? 9 എണ്ണം അല്ലേ? അതേ 9 എത്ര പ്രാവശ്യം ഉണ്ട്? താഴെ വെട്ടി അതേ നമ്പർ കൊണ്ട് വേറെ വെട്ടോ. 9 എത്ര 9 ഉണ്ട്? ഒരു പ്രാവശ്യം. ദാ നമ്മൾ കഴിഞ്ഞു. താഴെ 9 വന്നു. 9 വന്നെങ്കിൽ ദേ റിപ്പീറ്റ് ചെയ്തോ മുകളിലുള്ള നമ്പർ പോയിന്റിന് ശേഷം ദാ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദേ നമ്മുടെ ഉത്തരം 0.111 എക്സിട്രാ. താഴെ 9 വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു മക്കള്, ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഈ കാണുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇട്ട് അങ്ങോട്ട് കത്തിച്ചേക്ക്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടൺ ഞെക്കി അങ്ങോട്ട് പൊട്ടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കുകളും നമ്മുടെ കമന്റ് സെക്ഷനിൽ അങ്ങോട്ട് ഇട്ടോളാ. അപ്പൊ എന്നെ മറക്കണ്ട. എന്റെ പേര് ഇറ്റ്സ് മീ VJR, വൈശാഖ് JR. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. താങ്ക് യു.